ഉസ്മാനെ അസ്സലാമലൈക്കും. ഈ ഭയങ്കര സംഭവമല്ലോ. ഞാൻ ഇവിടുത്തെ MLA ആട്ടോ. MLA തന്നെ എന്താ പറയാ എനിക്ക് അതൊക്കെ അറിയാം അല്ലേ? അല്ല എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഭയങ്കര അതുകൊണ്ടാ കുടുങ്ങിയിരിക്കണത്. ആരൊക്കെ ഉള്ള വീട്ടില്? ആൾക്കാരൊക്കെ ഉള്ള? എത്ര വർഷം ഇവിടെ വന്നിട്ടാ മോനെ? 3 വർഷം. അപ്പൊ നീ മലയാളം ഇപ്പൊ പഠിച്ചു തുടങ്ങി? ഞാന് കേരളത്തിൽ നിന്നിട്ട് 2 മാസം കൊണ്ട് മലയാളം പഠിച്ചു. ഓ മിടുക്കനാണല്ലോ അല്ലേ? അപ്പൊ 3 വർഷമായിട്ടല്ലോ വന്നത്? 3 വർഷം. അപ്പോഴേക്ക് ഈ മലയാളം 2 മാസം കൊണ്ട് തന്നെ പഠിച്ചു. എടുക്കാനും പറ്റൂല. ഉപ്പ എപ്പോഴാണ് മരണപ്പെടുന്നത്? നോമ്പില് 1 വർഷമായിട്ടല്ലോ. 8 മാസം. ഉപ്പൊക്കെ ജോലി എന്തായിരുന്നു? തേപ്പിന് പോകാം. അപ്പൊ എങ്ങനെ അപകടം എങ്ങനെ പറ്റുന്നത്? അത് അങ്ങനല്ലോ. ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. കൂട്ടുകാരന്റെ കുട്ടിക്ക് പനിയായിരുന്നു. അപ്പൊ ഇപ്പൊ ആ കൂട്ടുകാർക്കൊന്നും മലയാളം അറിയില്ല. ഇപ്പൊ ഒക്കെ അറിയാം. അപ്പൊ ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് കൊണ്ടിട്ട് വന്നു. പിന്നെ ആ കുട്ടീനെ ഒന്നുകൂടി കാണാൻ പോയപ്പോ അവിടെ ഓരെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു വണ്ടി വന്നു. അത് കുത്തി. അപ്പൊ ഇപ്പൊ മൊഞ്ചന്മാരെയും മൊഞ്ചത്തിമാരെയും മൊഞ്ചുള്ള പൊന്നുമോൻ ഇന്നലെ ചായ വിൽക്കുന്ന ഒരു വീഡിയോ അങ്ങ് വൈറലായിട്ടോ. അതങ്ങ് വൈറലായപ്പോൾ മാണിയക്കല്ല് നമ്മളുടെ മൊഞ്ചനെ പെരിന്തൽമണ്ണയുടെ MLA നജീബിക്ക ഇതാ വന്നിരിക്കുന്നു പൊന്നുമോനെ കാണാനിട്ടോ. ആശ്വാസമായി ഇതാ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഇതാണ് ഒരു MLA ട്ടോ. എന്തൊരു മൊഞ്ചാണ് കാണാൻ, വേറെ ലെവലിട്ടോ. മൊഞ്ചനായ അനീസാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്ത് ജനങ്ങളിലേക്ക് എത്തിച്ചത്. ആ പൊന്നുമോന്റെ വീട്ടിലെ അവസ്ഥകളെല്ലാം ജനങ്ങൾ അറിഞ്ഞത് അതിന് ശേഷമാണ് കേട്ടോ. ആ പൊന്നുമോന് ആസാമിൽ നിന്ന് വന്നതാണ്, കുടുംബം വിട്ട്. അവന്റെ ഉപ്പ മരിച്ചതാണ്, അവന്റെ ഉമ്മനെ അവനാണ് ഈ ചായ വിറ്റത് നോക്കുന്നത് കേട്ടോ. ഇനി ആ പൊന്നുമോൻ ഒന്നും നോക്കണ്ട, ഇതാ MLA ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ആയിരിക്കണം MLA ട്ടോ. ഇതാണ് MLA, വേറെ ലെവലാട്ടോ. നിങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ അങ്ങ് കയറി കഴിഞ്ഞിട്ടോ. പൊളി അടിപൊളി കേട്ടോ. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ എല്ലാവരോടും സ്നേഹം മാത്രം. ഓക്കെ, ബൈ.